ലുക്കിംഗ് ഇൻടു ജീസസ് എന്ന ഈ TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. തുടർന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങളെയും അത്ഭുതങ്ങളെയും നിശ്ചയമായിട്ടും കൊണ്ടുവരും. ജീവിതങ്ങൾക്ക് രൂപാന്തരം നൽകാൻ ദൈവത്തിൻ്റെ വചനത്തിനും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്. അതുകൊണ്ട് വളരെ കൊതിയോടെ ദൈവപാദപീഠത്തിൽ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞങ്ങളുടെ പുനരൂരിലുള്ള ലുക്കിംഗ് ഇൻടു ജീസസ് അപ്പോസ്റ്റലിക് വർഷിപ്പ് സെൻ്ററിലേക്ക്, YMC ഹാളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് കണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ആ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനം കേൾക്കാവുന്നതാണ്. ഒരു ദൂത് കൈമാറുന്നു. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധിക്കുക. 2 തിമോത്തി chapter 2 verse 8. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് രക്തത്തിന്റെ മകനല്ലേലും ആത്മീയ മകനായ, വിശ്വാസത്തിന്റെ നിജപുത്രനായ മകനെ പോലെ കാണുന്ന തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം എഴുതുമ്പോ താൻ പറഞ്ഞ ശക്തമേറിയൊരു വചനം, നമ്മൾ അതിന്റെ വെളിപ്പാട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, അതാണ് എൻ്റെ സുവിശേഷം. ആരെ ഓർക്കണം? ദാവീദിന്റെ 8 വായിക്കുമ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളാം. എന്നിട്ട് 9 വായിക്കുന്നു, അതാകുന്നു എൻ്റെ സുവിശേഷം. എൻ്റെ സുവിശേഷം അതാ. എന്താ സുവിശേഷം? ദാവീദിന്റെ സന്തതിയാൽ ഒരുത്തൻ ജനിച്ചു, അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 15:3-4 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്ത് പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. 15:4 തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. വെറുതെ അല്ല. ബൈബിൾ എന്തു പറയുന്നു, തിരുവെഴുത്ത് എന്തു പറയുന്നു, പഴയ നിയമ പ്രവചന പുസ്തകങ്ങൾ എന്തു പറയുന്നു, അതനുസരിച്ച് അവൻ ജനിച്ചു, അതനുസരിച്ച് അവൻ മരിച്ചു, അതനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആരെ ഓർക്കണം? നീ കർത്താവിനെ ഓർക്കണം. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ഗോസ്പൽ, സുവിശേഷം. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഈ പ്രസംഗിച്ചതിന്റെ പേരിൽ ഞാൻ എന്തിനാ കിടക്കുന്നതെന്ന് അറിയാമോ? ഈ സുവിശേഷം അറിയിച്ചതാ. ദുഷ്പ്രവൃത്തിക്കാരെ പോലെ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഒരു ക്രിമിനലിനെ പോലെ ഞാൻ ചങ്ങല ധരിച്ചിരിക്കുകയാണ്. ഈ വചനം പ്രസംഗിച്ചതിന്റെ പേരിൽ എന്നെ ബന്ധിച്ച് ചങ്ങലക്കകത്ത് കാരാഗ്രഹത്തിലെ ഇരുട്ടറയിൽ. പക്ഷെ പൗലോസ് ഒരു സത്യം പറയാ തീമോത്തിയോസിനോട്, ഇന്ന് അറിയണ്ട ഒന്ന് നീ ഓർത്തോണം, എന്റെ സുവിശേഷം. ആരെ ഓർക്കണം? യേശു കർത്താവിനെ. അടുത്തത്, ഈ ദുഷ്ടപ്രവൃത്തിക്കാരനെ പോലെ ചങ്ങല ധരിച്ച് കഷ്ടം, അവിടത്തെ കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും കിടക്കുന്ന പോലെ അതിനേക്കാൾ ക്രൂരമായി ചങ്ങലക്കകത്ത് ഞാനിപ്പോ കിടക്കുന്നു, കാരാഗ്രഹത്തിൽ. പക്ഷെ തിമോത്തിയോസേ, നീ ഒരു കാര്യം അറിയണം, ദൈവവചനത്തിനോ ബന്ധനമില്ല. ഇന്ന് നമുക്കുള്ള പ്രത്യാശ ഇതാ. വചനം പ്രസംഗിച്ച തിമോത്തിയോസിന് പറയാ, നിങ്ങൾ ഒരിക്കലും ഭാരപ്പെട്ട തിമോത്തിയോസേ, വചനം പ്രസംഗിച്ച എന്നെ പിടിച്ച് ജയിലിന്റെ അകത്ത് ഇട്ടപ്പെട്ടിരിക്കുക, പക്ഷെ പ്രസംഗിച്ച വചനത്തിനോ ബന്ധനമില്ല. ഹല്ലേലൂയ. എന്തിനേയും ബന്ധിക്കാം, പക്ഷെ വചനത്തെ ബന്ധിക്കാൻ പറ്റത്തില്ല. ദൈവ വചനം വ്യാപരിക്കുന്നതാണ്. അതാ വ്യാപരിച്ച ബന്ധനങ്ങളെ അഴിക്കുന്നതാണ് നമ്മുടെ ദൈവമക്കളുടെ പ്രത്യാശ. ആരൊക്കെ എന്തൊക്കെ പറയട്ടെ, എന്തൊക്കെ ചെയ്യട്ടെ, എന്തൊക്കെ പ്രാർത്ഥിക്കട്ടെ, എന്തൊക്കെ എതിർപ്രതി നടത്തട്ടെ, പക്ഷെ നിന്നോട് നിന്റെ കൂടാരത്തോടും ദൈവം പറഞ്ഞ വചനത്തേന, വ്യാപരിക്കുന്ന ദൈവവചനത്തേന ഒരിക്കലും ബന്ധനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പ്രസിദ്ധമായ വചനം 1:18, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. നശിച്ചു പോകുന്നതിന് പോഷത്വം, എന്തോ ക്രൂശ്, എന്തോ വചനം. പക്ഷെ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്, പവർ ഓഫ് ഗോഡ്. രക്ഷിക്കപ്പെടുന്ന നമുക്ക് എന്താണ്? ദൈവശക്തിയാണ്. റോമർ 1:16 സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയല്ലോ.
അപ്പൊ രക്ഷിക്കുന്ന ദൈവശക്തിയാണ് സുവിശേഷം. സുവിശേഷത്തിനൊരു ശക്തിയുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ നീ ഓർത്തുകൊള്ളുക. ഈ ഗോസ്പലിൽ എന്തുണ്ട്? പവറുണ്ട്, ശക്തിയുണ്ട്. അപ്പൊ അത് വിശ്വസിക്കുന്ന നമുക്കത് വ്യാപരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനത്തെ നമ്മളത് വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ വചനം എന്ത് ചെയ്യും? വ്യാപരിക്കും. ഇനി തിമോത്തിയോസിന് എഴുതുമ്പോൾ തിമോത്തിയോസിനോട് പറഞ്ഞതാണ്, നീ ഓർത്തുകൊള്ളുക, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് ഞങ്ങളുടെ സുവിശേഷം. ഇനി ശ്രദ്ധിച്ചേ, യേശു കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഗൗരവത്തോടെ ശ്രദ്ധിക്കും. ഒത്തിരി കാര്യമുണ്ട്, ഈ ചുരുങ്ങിയ സമയത്തിൽ കുറച്ച് ഭാഗം പറയാം. എന്തിന് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. കുറെ കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഒന്ന്, ലൂക്കോസ് 19:10 യേശു കർത്താവ് പറയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. എന്തിനു വന്നു? കാണാതെ പോയ ചിലതുണ്ട്, അതിനെ തിരഞ്ഞു കണ്ടെത്താനാണ്. ഹല്ലേലൂയ. കണ്ണിൽ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ബന്ധമില്ലാതെ മാറിപ്പോയ ചിലതിനെ തിരിച്ച് കണ്ടെത്താനാണ് എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതിന്റെ അർത്ഥം എന്താ? നീ അനാഥനായി തുടരാനല്ല, നിനക്കൊരു പിതാവായി ഉത്തരവാദിത്തമായി ഒരു നല്ല ഇടയനായി ഒരുത്തനുണ്ട്. കാണാതെ പോയ ആടുകളെ തേടി വന്ന നല്ല ഒരു ഇടയൻ. യേശുക്രിസ്തു വന്നതിന്റെ ഒന്നാമത്തേത്, നീ ഒരു ഇടയനില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കാനല്ല, നിനക്ക് നാഥനായി പിതാവായി ഈ ദൈവമുണ്ട്. ഒന്ന്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്ന്. 2, 1 യോഹന്നാൻ 3:5 പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപം ഇല്ല. എന്ത് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? പാപങ്ങളെ നീക്കാൻ അവൻ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. മനുഷ്യന്റെ പാപങ്ങൾ കർമ്മം കൊണ്ട്, ക്രിയ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നീക്കാൻ പറ്റത്തില്ല. മാനകുലത്തിന്റെ പാപം മാറ്റാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. 3, 1 യോഹന്നാൻ 3:8 എന്ത് പറയുന്നു? വായിക്കാമോ? കിട്ടിയെങ്കിൽ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അടുത്തത്, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പം കാണാതെ പോയതിനെ തെരഞ്ഞു കണ്ടെത്താൻ. അടുത്തത്, പാപങ്ങളെ നീക്കാൻ അവൻ പ്രത്യക്ഷനായി. 3, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ കർത്താവ് പ്രത്യക്ഷനായത്. ഇന്ന് പകൽ അതിൽ നമുക്കൊരു ദൂതുണ്ട്. ജീവിതത്തിൽ ഏതൊക്കെ പിശാചിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിലും എൻ്റെ കർത്താവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ദൈവം ഇതിനോട് പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിരിക്കും. ഈ സുവിശേഷം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സുവിശേഷത്തിന് നീ 1ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ സുവിശേഷത്തിന്റെ തീനാളം കത്തിയിട്ടുണ്ടെങ്കിൽ, പിശാചിന്റെ പ്രവൃത്തി എന്താ? പിശാചിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, യോഹന്നാൻ 10:10 പറയുന്നു, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്ര കള്ളം വരുന്നത്, ഞാൻ സമൃദ്ധിയായ ജീവൻ നൽകാൻ. ഇന്ന് പകലും ഈ സുവിശേഷത്തിന്റെ ശക്തി എന്താ? പിശാച് അറുത്ത് മുടിച്ചിട്ട ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ വിടുവിക്കാൻ ശക്തിയുള്ളതാ സുവിശേഷത്തിന്റെ ശക്തി. കൗൺസിലിങ്ങിന് പറ്റാത്തത്, സന്മാർഗത്തിന് പറ്റാത്തത്, ലോകത്തിലെ ഇസങ്ങൾക്ക് പറ്റാത്തത്, ഒരു നേതാക്കന്മാർക്കും പറ്റാത്തത്, മനുഷ്യനും നിയമങ്ങൾക്കും നേരാക്കാൻ പറ്റാത്തത് നേരെയാക്കുന്നതാണ് സുവിശേഷത്തിന്റെ ശക്തി. പിശാചിന്റെ പ്രവൃത്തികൾ ഒന്ന് കരങ്ങൾ അടിച്ച് ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ ഏതെങ്കിലും വീട്ടിൽ പിശാചിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ, the power of the gospel, സുവിശേഷത്തിന്റെ ശക്തിയാൽ അറുത്ത് മുടിച്ചിട്ട നിന്റെ ജീവിതത്തെ, നിന്റെ ആത്മീയ ജീവിതത്തെ, പല മണ്ഡലങ്ങളെ വിടുവിപ്പാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോ 38 ആണ്ട് കൊളക്കരെ കിടന്ന ബന്ധിക്കപ്പെട്ടവനെ കെട്ടടിച്ച് പുറത്തു കൊണ്ടുവന്നു. ആലയത്തിന്റെ അകത്ത് 18 വർഷം കൂനിയായ പിശാച് ബന്ധിച്ചവനെ കെട്ടടിച്ച ദൈവം പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദക്കപ്പോലി നാട്ടിൽ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവനെ ഭൂതം ബാധിച്ച് ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ കല്ലറക്കകത്തും ശവക്കോട്ടക്കകത്തും കിടന്നുറക്കുന്നവനാക്കി മാറ്റിയ സുബോധമില്ലാത്തവനെ
ബോധമുള്ളവനാക്കി കെട്ടഴിച്ചു വിട്ടതാണ് യേശു വന്നതിന്റെ സുവിശേഷം. സുവിശേഷത്തിന് ശക്തിയുണ്ട്, സുവിശേഷത്തിന് ശക്തിയുണ്ട്. വെറുതെ വന്ന് കൈകൊട്ടി പാടുകയല്ല, നിന്റെ കുടുംബത്തെ മാറ്റാൻ, നിന്റെ വ്യക്തികളെ മാറ്റാൻ, നിന്റെ കെട്ടഴിക്കാൻ, നിന്റെ കൂടാരത്തിൽ വിടുതൽ ചെയ്യാൻ, നിന്റെ ഭാവിയെ തിരിക്കാൻ ശക്തിയുണ്ട്, ശക്തിയുണ്ട്. എന്തോ ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്റെ ഭാവിയെ മാറ്റാൻ ഈ ഗോസ്പലിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കണം, എന്തുവാ ഈ സുവിശേഷം ഞാൻ വിശ്വസിച്ചേ. വിശ്വാസത്തിൽ വളർന്ന തീമോത്തിയോസിനോടാ പറഞ്ഞത്, നീ ഒരു കാര്യം നീ ഓർക്കണം, മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തോള. പവർ ഓഫ് ദ ഗോസ്പൽ ഓർക്ക്. സുവിശേഷം പറഞ്ഞതിന്റെ പേര് ഞാൻ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന അതല്ല ഓർക്കേണ്ടത്. നിന്റെ പ്രതിസന്ധിയോ നിന്റെ മുമ്പിൽ കിടക്കുന്ന ബന്ധനങ്ങളോ അടയപ്പെട്ട വാതിലല്ല ഓർക്കേണ്ടത്. അതിക്കും മീതെ നിൽക്കുന്നതാണ് സുവിശേഷത്തിന്റെ ശക്തി. അത് വ്യാപരിച്ചാൽ തുറക്കേണ്ടത് തുറക്കും, പൊട്ടേണ്ടത് പൊട്ടും, അഴിയേണ്ടത് അഴിയും. എന്തോ സുവിശേഷത്തിന്റെ ശക്തി നിന്റെ വീട്ടിൽ ഇത് ദിവസങ്ങളിൽ ചലിക്കാൻ പോയ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവജനം അറിയേണ്ടത്, കാണാതെ പോയതിനെ തേടിയെത്തിയ യേശു ക്രിസ്തു, പാപങ്ങളെ നീക്കാൻ പ്രത്യക്ഷനായ യേശു ക്രിസ്തു, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ വന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് 1 യോഹന്നാൻ 4:9 ദൈവം തന്റെ ഏകജാതന്റെ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ പ്രത്യക്ഷമായി. എന്ത് സുവിശേഷം? യേശു ഒന്നിനാ വന്നേ, ഇനി നീ അവനെ ജീവിക്കണം. ദൈവത്തിന്റെ സ്നേഹം ഇനി നിനക്ക് നീ നിന്നെ തന്നെ നിയന്ത്രിക്കാതെ നീ ക്രിസ്തുവിൽ ജീവിക്കാനാ. നാം അവനിൽ ജീവിക്കാൻ ദൈവം അയച്ചേക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നാം അവരാ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ആരാ? അവൻ നമ്മുടെ ഇടയൻ, അവൻ നമ്മുടെ പരിപാലകൻ, അവൻ നമ്മെ നയിക്കും. അതെന്താണ്? നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം. അതാ യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത്, തന്റെ ഏകജാതന്റെ പുത്രനെ തന്നത് ദൈവം നമ്മെ സ്നേഹിച്ചു, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ. അവനിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്ന അറിയാം? ഒരു വലിയ ഗിഫ്റ്റാ, നിത്യജീവൻ പ്രാപിക്കാൻ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരും വലിയ പ്രത്യാശ എന്തെന്നറിയാമോ? നമ്മൾ എന്ന് മരിക്കുന്നു നമുക്കാർക്കും അറിയില്ല, നമുക്കാർക്കും അറിയില്ല. നമ്മൾ ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ല ദൈവം വെച്ച സമയം. പക്ഷെ മരണത്തിനപ്പുറം നമ്മുടെ ആത്മാവിന്റെ ഒരു നിത്യത കിട്ടുന്നത് എന്റെ കർത്താവിൽ കൂടാ. ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് കൈകൊട്ടിപ്പാട്ട് വേണ്ട. ശരിയാ, ഞങ്ങൾക്ക് എന്താ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രത്യേക വിഷയമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ നിന്റെ മരണത്തിനപ്പുറം നിന്റെ ആത്മാവിന് മരണമില്ല. ഹല്ലേലൂയ. ഏതൊക്കെ പെട്ടിക്കകത്തടക്കിയാലും ഏതൊക്കെ മണ്ണിന്റെ അകത്ത് കുടിച്ചിട്ടാലും ആത്മാവിന് അത് ഉടയവന്റെ അടുത്തേക്ക് ചെല്ലും. അതിന് നിത്യതയുണ്ട്. അത് എവിടെ വാരണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ഭൂമിയിൽ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നിത്യം നരകത്തിലേക്ക് പോണോ, നിത്യായുഗം യേശുവത്ത് വാരണമോ? യേശുവിനെ സ്വീകരിക്കുമ്പോൾ പവർ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ ശക്തി, അത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ എന്നത്. അപ്പോസ്തല പ്രവൃത്തി 3:26 എന്തിന് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു? നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം തന്റെ പുത്രനെ അയച്ചിരിക്കുന്നു. സുവിശേഷത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചേ, എന്തിനെ ഭൂമിയിലേക്ക് കർത്താവിനെ അയച്ചേ? അകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് ആ ദൈവത്തിന്റെ ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാനാണ്. ഇനി ശ്രദ്ധിച്ചേ, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി തീർന്നു. സങ്കീർത്തനം 8 പറയുന്നുണ്ട്, മർത്യനെ നീ ഓർക്കേണ്ടതിന് എന്തുമാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. തേജസ്സും ബഹുമാനം അണിയിച്ച് തേജസ്സിന്റെ ശരീരമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ബൈബിൾ പറയുന്ന ഉൽപ്പത്തി 2:8 മുതൽ വായിക്കുമ്പോൾ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി, ആ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി, തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും മനുഷ്യനെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ആ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അത് കാപ്പാനും
ആക്കി. 16ഉം 17ഉം. യഹോവയായ ദൈവം ആ. മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ആ. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, ആ. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള ആ. അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, ആ. തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ അവരോട് പറഞ്ഞു, നന്മ തിന്മ എല്ലാം കഴിക്കാം, പക്ഷെ നന്മ തിന്മ കുറിച്ച് തിരിച്ചറിയുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം നീ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. കഴിച്ചാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. നീ മരിക്കും. അത് അവിടെ കാണിക്കുക. അതിനുശേഷം മരിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത്, ദൈവത്തിൽ നിന്ന് അകലുന്നതിന് പറയുന്ന ആത്മീയ ഭാഷയാണ് ആത്മീയ മരണം. തിന്നുന്ന നാളിൽ നീ മരിക്കും. മുന്നോട്ട് പോയി. പക്ഷേ പിശാച് കൗശലം പ്രവർത്തിച്ചു. ഉപായത്തിൽ ഹവ്വായെ ചതിച്ചു. ഇത് തിന്നാൽ നല്ലതാണ്, ദൈവത്തെ പോലാവും, ജ്ഞാനം പ്രാപിക്കും എന്ന് പറഞ്ഞു. കാണാൻ നല്ല ഭംഗിയുള്ളത്, തിന്നാൻ കൊള്ളാമെന്ന് പറഞ്ഞു. പ്രലോഭനം. അന്നും ഇന്നും ആ മനുഷ്യനെ അങ്ങനെയാണ് പ്രലോഭനത്തിൽ വീഴ്ത്തുന്നത്. ഹല്ലേലൂയ. കാരണം അതിൽ വീഴ്ത്തിയാൽ ഇവനെ കൊണ്ട് വെച്ചിരിക്കുന്ന തേജസ്സിന്റെ ശരീരമായി ഒരു വലിയ മഹത്വത്തോടെ ദൈവം വാഴിക്കാൻ വെച്ചതാ. പക്ഷേ അത് മനസ്സിലായില്ല. ശ്രദ്ധിച്ചോ, ഇത് മനസ്സിലായാൽ ഞാൻ ഈ പറയാൻ പോകുന്ന 2 മിനിറ്റുകൾ നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് എന്താണ് ബൈബിൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകാം. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ആദാമും അവളിൽ നിന്നും ഹല്ലേലൂയ ഹവ്വയും ആദാമും ദൈവം പറഞ്ഞതിന് വിരോധമായി ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു. ഫലം കഴിച്ചപ്പോ സംഭവിച്ചത് അവരുടെ കണ്ണു തുറന്നപ്പോ അവർ നോക്കുമ്പോ ഞങ്ങൾ നഗ്നരെന്ന് തോന്നി. അപ്പൊ അതുവരെ തോന്നാത്ത എന്താ, തേജസ്സും ബഹുമാനം അണിയിച്ച തേജസ്സിന്റെ ശരീരമായിരുന്നു. പക്ഷെ പാപം അകത്ത് കയറിയപ്പോൾ, പാപം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാ, അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്. അപ്പൊ ബാക്കിയൊക്കെ എന്തോ പാസ്റ്ററെ, അതൊക്കെ അതിന്റെ അനന്തര ഫലങ്ങളാണ്. ഒന്നാമത് പാപം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ്. കാരണം പിശാചാണ് ഈ അനുസരണക്കേടിന്റെ പിന്നിൽ. അനുസരണക്കേട് എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോണം, അത് പാപമാണ്. ദൈവം പറഞ്ഞു അത് ചെയ്യരുത്, ബാക്കിയെല്ലാം നിനക്ക് അനുഭവിക്കാം, വാഴാൻ വിളിച്ചതാ, ബ്ലസ് ചെയ്തതാ. പക്ഷെ അനുസരണക്കേട് കാണിച്ചപ്പോ ആ തേജസ് മാറി. അതാ റോമർ 3:23 പറഞ്ഞത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു, നഗ്നരെന്ന് തോന്നി. ഇനി ശ്രദ്ധിച്ചോണം, അവരെന്തോ ചെയ്യുന്നത്, അപ്പരാണ് എപ്പോഴും ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്ന് അകന്നപ്പോ മുതൽ മനുഷ്യൻ ചെയ്യുന്ന പണി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, അത്തിയിലെ കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. ഇവര് തന്നെ ചെയ്തു. എന്തിനാ ഇത് നഗ്നത നമുക്ക് തോന്നി? ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. 8-9. വെയിലറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. വെയിലറിയപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഒച്ച കേട്ടപ്പോ ഇവർ ഓടി ഒളിച്ചു. കാരണം ദൈവം കാണാതിരിപ്പാൻ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഒരു ചോദ്യമുണ്ട് 3:9. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ആദാം, where are you? നീ എവിടെ? ഇന്നും ദൈവം മാനവകുലത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ, ആദാമേ, മനുഷ്യവർഗമേ, നീ എവിടെ? നീ ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ടാ സ്വയം നീതിയും സ്വയം കർമ്മങ്ങളും സ്വയം ക്രിയകളും ഒക്കെ ചെയ്ത് ഓടി ഒലിച്ച് മാറി നിൽക്കുന്ന ഒരു തലമുറ. അതാ നിന്നോട് പറഞ്ഞത്, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. ആത്മീയ മരണം സംഭവിച്ചു, ഓടി ഒളിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, ഹല്ലേലൂയ, ആദാമേ, നീ എവിടെ? കാരണം എന്താ? 3:10 വായിച്ചേ. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. കണ്ടോ, ആ പാപം കേറിയപ്പോ ഭയം കേറി, നഗ്നനാണെന്ന് തോന്നി, ഒളിച്ചു മാറി, ദൈവത്തിൽ നിന്ന് അകന്നു മാറി. അത് തന്നെയല്ലേ ഇന്നത്തെ തലമുറകൾ ചെയ്യുന്നത്? അകന്നു മാറി, വിട്ടുമാറി. പാപം അനുസരണക്കേട് കാണിച്ചപ്പോ ഭയം അകത്ത് കയറി, ഭീതി അകത്ത് കയറി. അതുകൊണ്ട് സ്വയം ഒരു അരയാടയൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് മാറി നിന്നു. പക്ഷെ ദൈവം വിളിച്ചു, ആദാമേ, നീ എവിടെ? ഇതാ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. നീ ഓടി ഒളിക്കുമ്പോഴും നീ മാറി നിൽക്കുമ്പോഴും വീണ്ടും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടൊരു ദൂത് പറഞ്ഞു, ഹല്ലേലൂയ. വഞ്ചിച്ച പിശാചിനോട് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ സന്തതി ഇവന്റെ സീയുടെ സന്തതിയും തമ്മിൽ ഒരു ശത്രുത്വം ഉണ്ടാകോ, അവന്റെ സന്തതി നിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. ഒരു പ്രവചനം കൂടെ സർവശക്തനായ ദൈവം ഒരാലോചന കൈമാറി. എന്നിട്ടൊരു സംഭവമുണ്ട്,
ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോ പ്രവചനം പറഞ്ഞിട്ട് ഉൽപ്പത്തി 3:21 യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇവരിട്ടത് ദൈവം മാറ്റി, എന്നിട്ട് തോല് കൊണ്ട് എന്ത് ചെയ്തു? ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. ശ്രദ്ധിച്ചോ, യേശു എന്തിനീ ഭൂമിയിലേക്ക് വന്നു? നിങ്ങൾക്കറിയാം ഒരു തോൽ എവിടുന്ന കിട്ടുന്നേ? മൃഗത്തിന്റെ. അതിനാദ്യം എന്ത് ചെയ്യണം? അറക്കണം, രക്തം ഒഴുകും. അത് മാറിയിട്ടാണ് ഒരു തോല് എടുക്കുന്നത്. ആ തോല് കൊണ്ട് അവന്റെ നഗ്നത മറച്ചു. ഹല്ലേലൂയ. അത് തന്നെയാണ് മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് അകന്നു മാറി പല അത്തിയിലകൾ തുന്നിക്കെട്ടുന്ന പോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാലസമ്പൂർണതയിൽ മറിയുടെ ഉദരത്തിൽ നിന്ന് ഒരുത്തൻ ജനിച്ചു. ഹല്ലേലൂയ. അവന്റെ പേരത്ര യേശു ക്രിസ്തു. അവന് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ വന്ന് ദൂത് പറഞ്ഞു, ഇവന് എന്ത് പേരിടണമെന്നറിയാമോ? യേശു. കാരണം മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. കാണാതെ പോയ നമ്മെ, ഹല്ലേലൂയ, ആ തോലണിയിക്കുന്നത് പോലെ ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരയിൽ തകർക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന് നമ്മെ വിടിവിച്ച ദൈവം. ബൈബിൾ പറയുന്നു, അവന്റെ രക്തത്താൽ അകന്നുപോയ നമ്മെ, എഫെസ്യർ 2 പറയുന്നു, ക്രിസ്തുവിനോട് നിരപ്പിച്ചു. ഹല്ലേലൂയ. തെസ്സലോനിക്കർ 2:14 എടുത്തേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷിക്ക് വിളിച്ചു. കണ്ടോ, എന്തിനാ സുവിശേഷ ഘോഷണത്താൽ ഒരുത്തൻ രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് കിട്ടുമെന്നറിയാമോ? ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാ. നമ്മൾ റോമർ വായിച്ചതുപോലെ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു വീണ്ടും ഒരുത്തൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് നമ്മളായി മറച്ച അത്തിയിലകൾ വലിച്ചു മാറ്റിയിട്ട് ആ തോല് കൊണ്ടുടുത്തതുപോലെ യേശുവിന്റെ രക്തത്താൽ നീതി എന്ന വസ്ത്രം നമ്മെ ധരിപ്പിച്ച് ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു തേടിയെത്തിയ കർത്താവ് നമ്മളെയെല്ലാം തിരഞ്ഞു തേടിയെത്തി. നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവറിയിൽ അറുക്കപ്പെട്ടു. അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. എല്ലാവരും ശ്രദ്ധിച്ചോണം, ഒരുത്തൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ആദ്യം അവന് ലഭിക്കുന്നത് സത്യം പറഞ്ഞാൽ അവന്റെ മഹത്വം പ്രാപിക്കുക. ഇത് കാൽവറി, ഇത് ഏതെങ്കിലും നഷ്ടപ്പെട്ടു, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ വസ്ത്രം ധരിച്ചത്. ഇനി നമുക്ക് കിട്ടിത്തുടങ്ങി, നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇതങ്ങോട്ട് വർദ്ധിക്കാൻ പോവുക. അതാണ് ബൈബിൾ പറഞ്ഞ 2 കൊരിന്ത്യർ പറയുന്നുണ്ട്, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് ഇനി ഒരെണ്ണം കിട്ടി. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കാം. റോമർ 8:18 നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് വിരായിച്ചാൽ ഈ കാലങ്ങളുടെ കഷ്ടങ്ങൾ സാരമല്ല. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അങ്ങ് നിത്യതയിൽ ചെല്ലുമ്പോൾ അതിന്റെ പൂർത്തീകരണം പ്രാപിക്കും. കാണാതെ പോയതിനെ തേടി രക്ഷിപ്പാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന്, ഹല്ലേലൂയ. അതാണ് നഷ്ടപ്പെട്ട മകന്റെ ഉപമ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. മകൻ നഷ്ടപ്പെട്ട ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. 15 എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 18 തൊട്ടൊക്കെ ഒന്ന് വായിച്ചേ. അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിനു ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. മനസ്സലിയുന്ന പിതാവ്. ആദാമേ, നീ എവിടെ? നീ ഓടി മാറാതെ തിരിച്ചപ്പന്റെ അടുത്തേക്ക് വാ. നിനക്ക് നഷ്ടപ്പെട്ട മഹത്വത്തെ തിരിച്ചു തരുന്നതാണ് ഈ സുവിശേഷം. ഇന്ന് പകൽ ചിലരോട് നിനക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തുണ്ടോ അത് തിരിച്ചു തരാൻ ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. എന്നിട്ട് വേഗത്തിൽ വായിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിച്ചു. കണ്ടോ, വേഗം മേൽത്തരമായ കണ്ടോ അങ്ങ് ഏതെനിൽ ദൈവം കൊടുത്തു. ഇവിടെ ഉപമ പറഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവന്
നിനക്കൊരു മേൽത്തരമായ അങ്കിയുണ്ട്. നീ ഏത് പാപത്തിന്റെ ചേറ്റുകുടയിൽ കിടന്നാലോ, ആരും അംഗീകരിക്കാത്തവനെ കിടന്നാലോ, അംഗീകരിക്കുന്ന ഒരു അങ്കി എൻ്റെ ദൈവം നിനക്ക് തരാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ഒരു അങ്കി കിട്ടിയിട്ടുണ്ട്. ഈ കത്രിമേശ ഇവിടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കരികൾ പ്രാപിച്ച ദൈവ പൈതലേ, മറ്റുള്ളവർ അംഗീകരിച്ചില്ലേലോ സ്വർഗത്തിലെ അപ്പൻ അംഗീകരിക്കുന്ന ഒരു അങ്കി നിന്റെ മേൽ ഇട്ടിട്ടുണ്ട്. രക്തത്താൽ നീ നീതിമാൻ. വിശേഷത്തിന്റെ ശക്തി മനസ്സിലായോ? നിനക്കൊരങ്കി കിട്ടി. ഇതുവരെ നീയായിട്ട് തുന്നി ഉണ്ടാക്കിയ അത്തിയിലകൾ പോലെ നീ സ്വയമേ നീതീകരിച്ച്, സ്വയം കർമ്മം ചെയ്ത്, സ്വയം ക്രിയ ചെയ്ത് നടന്നു. പക്ഷെ അതല്ല, സ്വർഗത്തിലെ ദൈവം നിനക്കൊരു വസ്ത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അങ്ങ് നിത്യതയെ ചെല്ലുമ്പോൾ. പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വചന സന്ദേശം കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വേണമെന്ന് ഉള്ളിൽ നിങ്ങൾക്കൊരു തോന്നലല്ലേ? നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നിശ്ചയമായി ആ വിഷയത്തിൻ്റെ അകത്ത് ചലിച്ചിരിക്കും. സ്വർഗീയ പിതാവേ, എൻ്റെ ഈ ശബ്ദം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമാധാനം കൊടുക്കണമേ. തലമുറകൾ നന്മ പ്രാപിക്കട്ടെ. കുടുംബങ്ങളെ ശാപങ്ങൾ മാറട്ടെ. സമൃദ്ധി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് മറക്കാനാകാത്ത വിടുതൽ കർത്താവ് ചെയ്യും. ഇനിയും നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ പ്രേ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.